ലോകകപ്പ് പോരാട്ടങ്ങൾ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അർജന്റീന ക്യാമ്പിൽ നിന്ന് ചില നിർണായക ഫിറ്റ്നസ് അപ്ഡേറ്റുകളും ടീം മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചനകളും പുറത്തുവരികയാണ്. പരിക്കേറ്റ് പുറത്തായ ഡിഫൻഡർ ലിയോ ബെല്ലർഡിയുടെ പകരക്കാരനെ കണ്ടെത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോച്ച് ലയണൽ സ്കലോണി വ്യക്തത വരുത്തിയിട്ടുണ്ട്. സ്ക്വാഡിലെ ചില കളിക്കാർ ഇപ്പോഴും 100% ഫിറ്റല്ലെന്നും ലോകകപ്പ് ടീമിൽ ഇനിയും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്നുമാണ് കോച്ച് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. വലതുകാലിലെ മസിൽ ഇഞ്ചുറി കാരണം ലോകകപ്പ് നഷ്ടമായ മാഴ്സ ഡിഫൻഡർ ലിയോ ബെല്ലർഡിക്ക് പകരക്കാരനെ അർജന്റീന ഉടൻ പ്രഖ്യാപിക്കില്ല. ഐസ്ലൻഡിനെതിരെ നടക്കുന്ന അടുത്ത വാമപ്പ് മത്സരത്തിനു ശേഷം മാത്രമായിരിക്കും ബെല്ലർഡിയുടെ പകരക്കാരൻ ആരാണെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക എന്ന് സ്കലോണി വ്യക്തമാക്കി. നിലവിൽ മാർക്കോസ് സെനേസി, ലൂക്കാസ് മാർട്ടിനസ് ക്വാർട്ട എന്നിവരുടെ പേരുകളാണ് പകരക്കാരുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ളത്. ഇതുകൂടാതെ ടീമിലെ മറ്റു ചില കളിക്കാർ കൂടി ഇപ്പോഴും പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാത്തതിനാൽ ലോകകപ്പ് സ്ക്വാഡിൽ ഇനിയും മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യത കോച്ച് തള്ളിക്കളയുന്നില്ല. അതേസമയം അർജന്റീന ആരാധകർക്ക് വലിയ ആശ്വാസം നൽകുന്ന വാർത്തകളും കോച്ച് പങ്കുവച്ചു. യുവ മിഡ്ഫീൽഡർ നിക്കോ പാസ് പൂർണ്ണ ആരോഗ്യവാനാണെന്നും ടീമിനൊപ്പം സാധാരണ രീതിയിൽ പരിശീലനം നടത്തുന്നുണ്ടെന്നും സ്കലോണി ഉറപ്പു നൽകി. കൂടാതെ സ്റ്റാർ സ്ട്രൈക്കർ ഹൂലിയൻ അൽവാരസ് ജൂൺ 16 അൾജീരിയക്കെതിരെ നടക്കുന്ന അർജന്റീനയുടെ ആദ്യ ലോകകപ്പ് ഗ്രൂപ്പ് മത്സരത്തിന് പൂർണ്ണ സജ്ജനായിരിക്കുമെന്നും കോച്ച് വ്യക്തമാക്കി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.